നമ്മൾ ഓണം സീരീസിൽ അടുത്തതായിട്ട് നമ്മുടെ ക്യാബേജ് തോരനാണ് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ ക്യാബേജ് തോരൻ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. ഇത് നമ്മൾ തൃശ്ശൂർക്കാർ ഉണ്ടാക്കുന്ന ക്യാബേജ് തോരനാണ്. നമ്മുടെ ഇവിടെയൊക്കെ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു 1/2 കിലോ ക്യാബേജ് ഉണ്ടാവും. അതായത് ഒരു ക്യാബേജിൻ്റെ പകുതി, പിന്നെ ഒരു ചെറിയ സവോള, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കറിവേപ്പില. അപ്പോൾ ക്യാബേജ് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇപ്പോൾ എങ്ങനെയാണ് ഗ്രേറ്ററിലാണെങ്കിൽ ഇതിലാണ് അരിയണമെന്ന് വെച്ചാൽ അതുപോലെ അരിയാം. നമ്മളിപ്പോൾ ഇതുപോലെയാണ് അരിയുക, ചെറുതാക്കി അരിയാറ് ക്യാബേജ്. ഓരോ സ്ഥലത്ത് പലതരത്തിലൊക്കെ ക്യാബേജ് തോരൻ ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ തൃശ്ശൂർക്കാർ മിക്കവാറും ഇങ്ങനെയാണ് ക്യാബേജ് തോരൻ ഉണ്ടാക്കുക. ഓണസദ്യക്കായാലും എന്ത് സദ്യക്കായാലും. നമ്മുടെ ക്യാബേജൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചു. പിന്നെ സബോള ഇതുപോലെ പൊടി പൊടിയായിട്ട്, ചോപ്പറിലാണെങ്കിൽ ചോപ്പറിൽ ചോപ്പ് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചു. അതിന് നമ്മളിതൊരു പാത്രത്തിൽ, കുറച്ച് വലിപ്പമുള്ള പാത്രത്തിൽ ഇട്ടിട്ട് അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും സവാളയും കറിവേപ്പിലയും ഒക്കെ ഇടുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ മുളക് പൊടി 1 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ തൊട്ട് 1 ടീസ്പൂൺ വരെ അത്രയ്ക്ക് ഇടാം. അത് എരിവനുസരിച്ച്. പച്ചമുളക് എരിവുണ്ടെങ്കിൽ മുളക് പൊടി കുറച്ചിട്ടാൽ മതി. പിന്നെ 2 പിടി നാളികേരം, അത്ര മതി. ഇത് 1/2 കിലോ ക്യാബേജ് അല്ലേ ഉള്ളൂ. പിന്നെ ഉപ്പും ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള. 1 ടീസ്പൂണോളം ഉപ്പ് ഇട്ടിട്ടുണ്ട്. എല്ലാതും കൂടെ നന്നായിട്ട് തിരുമ്മി കൂട്ടി വയ്ക്കുക. നന്നായിട്ട് ഇങ്ങനെ തിരുമ്മണം കേട്ടോ. അതിൻ്റെ വെള്ളം, സവാളയുടെ വെള്ളം, ക്യാബേജിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ അതൊക്കെ നന്നായിട്ട് ആവണം. അങ്ങനെ അത് ഒന്ന് അടച്ച് എടുത്ത് വയ്ക്കുക കുറച്ച് നേരം. അത് കഴിഞ്ഞ് നമ്മളൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുക. ഉഴുന്ന് പരിപ്പ് ഒന്ന് കളറ് മാറുമ്പോൾ, അപ്പോൾ നമ്മൾ സിമ്മിലിട്ടാൽ മതി കേട്ടോ. നമ്മുടെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാബേജ് അതിലിട്ട് കൊടുക്കുക. നമ്മുടെ തോരൻ്റെ പണിയേ കഴിഞ്ഞു. ഇത് എന്താ പറയുക, ഭയങ്കര ഈസിയാണ്, വേഗം ഉണ്ടാക്കാൻ പറ്റും നമുക്ക് തോരൻ. സദ്യക്ക് ഇപ്പോൾ ആദ്യമായിട്ട് തോരൻ ഉണ്ടാക്കണവരായാലും ഇത് ഇങ്ങനെ ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം അടച്ച് വയ്ക്കുക. ഇപ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തോളാം തുറന്നിട്ട് കേട്ടോ. അങ്ങനെ വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ തുറന്ന് നോക്കുക. വെന്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാബേജ് തോരൻ നല്ല എന്താ പറയുക, ഇങ്ങനെ വെള്ളമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഉലർന്ന് കിട്ടില്ലേ, ഇതാണ് പാകം. ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സദ്യയുടെ തോരൻ റെഡിയായി, ക്യാബേജ് തോരൻ റെഡിയായി. തോരൻ ഇല്ലാണ്ട് പിന്നെ സദ്യ ഇല്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണാവട്ടെ. ബൈ.